പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ഗൃഹത്തിൽ ഗുണാഭിവൃദ്ധി ഉണ്ടാകും. ധനനേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ നിന്നും നേട്ടം ഉണ്ടാകും. വീടിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്നു ചേരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ജോലിയിൽ പ്രോത്സാഹനം ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം. മതപരമായ അംഗീകാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വിദേശത്തു നിന്നും ഗുണം. റിയൽ എസ്റ്റേറ്റ്, ജുവലറി എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ. വ്യക്തിപരമായ അസ്വസ്ഥതകൾക്ക് ശമനം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. കാർഷിക ജോലികൾ പുനരാരംഭിക്കും. ഭാര്യയുടെ പ്രീതി നേടുവാനാകും. കഷ്ടപ്പാടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നിയമ ഉപദേശം തേടുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾ വന്നു തുടങ്ങും. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് ധനലാഭം. വിലപിടിച്ച വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടുവാൻ സാധ്യത. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സ്ത്രീകൾ അപവാദം പറഞ്ഞു നടക്കും. ബന്ധുക്കൾക്ക് രോഗാരിഷ്ടത. അടുത്തത് പുണർദം നക്ഷത്രമാണ്. കച്ചവടക്കാർക്ക് നഷ്ടത്തിന് സാധ്യത. ധനനഷ്ടം ഉണ്ടാകും. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെടും. അടുത്തത് പൂയം നക്ഷത്രമാണ്. യാത്രകളും ക്രയവിക്രയങ്ങളും ഒഴിവാക്കുക. കാര്യങ്ങൾ കുറേശ്ശെയായി മെച്ചപ്പെടുന്നതായിരിക്കും. എന്നാൽ യാത്രകൾ ഇന്നത്തെ ദിവസം വേണ്ടിവരികയും ചെയ്യും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറുന്നതായിരിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. പ്രമോഷനോടുകൂടിയ ട്രാൻസ്ഫർ ലഭിക്കും. കാര്യലാഭം, വസ്ത്ര ആഭരണാദിലാഭം, രോഗശാന്തി എന്നിവ അനുഭവത്തിൽ വരും. അടുത്തത് പൂരം നക്ഷത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകും. വിദ്യാവിജയം അനുഭവത്തിൽ വരും. എല്ലാറ്റിനോടും അമിതമായ താല്പര്യം പ്രകടമാക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. ദാമ്പത്യ ജീവിതം സുഖകരമാകും. സ്ഥാനമാനങ്ങളും മറ്റും ലഭിക്കും. ദേവാലയ ദർശനം നടത്തുവാൻ സാധിക്കും. രോഗശാന്തി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. സ്വദേശത്തേക്ക് മടങ്ങുവാൻ അവസരം ലഭിക്കും. വിവാഹാദി ചടങ്ങുകളിൽ പങ്കെടുക്കും. ഉദ്യോഗത്തിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശയാത്രകൾ ഗുണകരമാകും. തടസ്സങ്ങൾ മാറിക്കിട്ടും. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. പങ്കാളിയോടൊത്ത് വിനോദയാത്രയ്ക്ക് സാധ്യത. ചിരകാല അഭിലാഷം സഫലമാകും. അവിചാരിതമായി ധനനേട്ടം, ബിസിനസ്സിൽ ധനവർദ്ധനവ് എന്നിവ അനുഭവത്തിൽ വരാം. അതുപോലെ തന്നെ ഇഷ്ടമംഗല്യ യോഗവും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. കേസുകളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കലാപരമായി അനുകൂലമായ അവസ്ഥ. ഹോട്ടൽ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ. സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാകും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. വൈദ്യമേഖലയിലുള്ളവർക്ക് അംഗീകാര സാധ്യത. അകന്നു നിന്നവർ അനുകൂലികളാകുന്ന അവസ്ഥ. സ്ത്രീകൾക്ക് നല്ല സമയം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സംഘടനാ പ്രവർത്തനങ്ങളിൽ അംഗീകാരം. ഭൂമിയിൽ നിന്നും ലാഭം. കുടുംബത്തിൽ ഓഹരി പങ്കുവെക്കുന്നതിനെക്കുറിച്ച് അഭിപ്രായ ഐക്യതയുണ്ടാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വേണ്ടപ്പെട്ടവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഔഷധ സേവ നിർത്തുവാൻ സാധിക്കും. പ്രവൃത്തി വിജയം ഉണ്ടാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. സ്വന്തം കാര്യങ്ങൾ തടസ്സപ്പെടും. മേലധികാരിയുടെ അപ്രീതിക്ക് പാത്രമാകും. അനാവശ്യമായി പണം ചിലവഴിക്കും. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. കുടുംബ സ്വസ്ഥത നഷ്ടപ്പെടും. വിവാദങ്ങൾ വന്നു ചേരും. മിത്രങ്ങൾ ശത്രുക്കളാകും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. യാത്രകളിൽ ദുരിതം ഉണ്ടാകാതെയും ശ്രദ്ധിക്കുക. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകാം. പലവിധ വിഷമതകളോ പൊള്ളലോ പരുക്കോ ഏൽക്കാൻ സാധ്യത. അഗ്നിവാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുവാൻ സാധ്യത. അശുഭകരമായ വാർത്തകൾ ശ്രവിക്കേണ്ടി വരും. അനാവശ്യമായ കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. നിയമന ഉത്തരവുകൾ വൈകിയേക്കാം. അസ്വസ്ഥതകൾ ഉടലെടുക്കും. മുതിർന്നവർക്കും പിതൃതുല്യർക്കും രോഗാരിഷ്ടതകൾ. അടുത്തത് ചതയം നക്ഷത്രമാണ്. കിട്ടാനുള്ള പണം തിരികെ ലഭിക്കും. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കും. ഗൃഹനിർമ്മാണമോ മോടി പിടിപ്പിക്കാനോ ചിന്തിക്കുന്നവർക്ക് അതിന് നല്ല സമയമാണ്. അടുത്തത് പൂരുരുട്ടാ നക്ഷത്രമാണ്. പ്രവൃത്തികൾ ഫലപ്രാപ്തിയിലെത്തും. അധ്വാനഭാരം വർദ്ധിക്കും. ശമ്പള വർധനവ് കിട്ടുവാനുള്ള യോഗമുണ്ട്. ഇലക്ട്രോണിക് സാമഗ്രികൾ മാറ്റിവാങ്ങും. അടുത്തതായി ഉത്രട്ടാ നക്ഷത്രമാണ്. മനക്ലേശം ഒഴിവാകും. ഉപരിപഠനത്തിന് സാധ്യത വന്നു ചേരും. ബന്ധുഫലം വർദ്ധിക്കും. വാഹനം, ഭൂമി എന്നിവ സ്വന്തമാക്കുവാൻ യോഗമുണ്ട്.
അവസാനമായി രേവതി നക്ഷത്രമാണ്. ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കും. ഗുരുജനങ്ങളുടെ പ്രീതി ലഭിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും ശമനം ഉണ്ടാകും. രോഗശാന്തി അനുഭവത്തിൽ വരും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.